അന്നീ പ്രശ്നങ്ങളൊക്കെ വേദ നേരിടുന്ന സമയത്ത് അവൾക്കൊപ്പം നിൽക്കാത്തൊരു ഭർത്താവുണ്ട്, അവളെ സഹായിക്കാത്തൊരു കുടുംബമുണ്ട്. ഇന്നതല്ല അവളുടെ സ്ഥിതി. അവളൊറ്റയ്ക്ക, പെണ്ണൊറ്റയ്ക്ക് നിന്ന, ഒരുമ്പെട്ട് നിന്ന അവളെ തകർക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും ആവില്ല. അന്ന് അവൾക്കൊണ്ടായിരുന്ന സകല ദൗർബല്യവും ഇന്ന് സ്വാതിക്കുണ്ട്, അത് മറക്കരുത്. പിന്നെ വേദയെ സംബന്ധിച്ചിടത്തോളം മുകളിൽ ആകാശം, താഴെ ഭൂമി. അവൾ എന്തും ചെയ്യും. ഏട്ടത്തിയുടെ കണ്ടീഷൻ അന്നും ഇന്നും ഒന്ന് തന്നെയാ. അവരെ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പാടില്ലഞ്ഞിട്ടാ. ഏട്ടത്തിക്ക് വേണ്ടിയിട്ടുള്ള ഈ വക്കാലത്തെ അനാവശ്യ. നിന്റെ സഹോദരിയായ ഞാനും ഭാര്യയായ ഇവളും ഒരു കാര്യത്തിനു വേണ്ടി നിൽക്കുമ്പോ ഞങ്ങൾക്കൊപ്പം നിൽക്കല്ലേ നീ ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഞങ്ങളുടെ ശത്രുവിന്റെ വീരസ്യങ്ങൾ പറയല്ല. ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു. അത് നിന്റെയോ അവളുടെയോ അല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കൊള്ളാം. ഒരു ഭർത്താവിൽ നിന്ന് കേൾക്കാൻ ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്ന ഒരു കോംപ്ലിമെന്റ്. അവളുടെ കാര്യം വിട്ടേക്ക്. ഞാനത് തിരിച്ചു പറഞ്ഞാലോ? നീ എന്റെ ഭാര്യയല്ലേ? എന്റെ ചിന്തകൾക്ക് രീതികൾക്ക് അനുസരിച്ചല്ലേ നീ നിൽക്കേണ്ടത്. അങ്ങനെ നിന്ന് ഒരുത്തിയ ഇപ്പൊ അകത്ത് കിടക്കുന്ന. നീ ചുമ്മാ അനാവശ്യം പറഞ്ഞ് കാട് കയറരുത്. പഴയതൊന്നും മറക്കുകയും ചെയ്യരുത്. അങ്ങനെ ഇവളെ ഒതുക്കാനെന്ന് നീ നോക്കണ്ട. ഇവളുടെ ഭാഗത്ത് ന്യായമുണ്ട്. നിന്റെ ചിന്തകൾ മാത്രമാണ് ശരിയെന്ന് ഇവൾക്കും കൂടെ തോന്നണ്ടേ? എടി, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കളിച്ച് കളിച്ചേ ഇത്രത്തോളം എത്തിച്ചല്ലോ. സന്തോഷം. വിഷമിക്കുന്നത് ഗിരി എന്തായാലും ഇനി ഒന്നുകൂടെ കെട്ടാനൊന്നും പോകുന്നില്ല. അവൻ പറയുന്നത് പറഞ്ഞിട്ടങ്ങ് പോട്ടെ. പക്ഷേ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് നന്ദിനി. വേദ സ്വാതിക്ക് പണി കൊടുക്കും. നമ്മുടെ കൺമുന്നിൽ തന്നെ അത് സംഭവിക്കും. അത് കണ്ട് നമ്മൾ സന്തോഷിക്കും. നീ കാത്തിരുന്ന് കണ്ടോ. ഹലോ, ഹലോ. നിങ്ങളുടെ ഉദ്ദേശമൊക്കെ അവിടെ നിൽക്കട്ടെ. ഹു ആർ യു? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാണ് നീ വിളിച്ചേ? ആരാ നീ? ഹലോ, എന്ത് പറ്റിയേട്ടാ? തന്റെ ഫോണിൽ ഏതോ ഒരുത്തിന് കുറെ നേരമായിട്ട് ചുമ്മാ വിളിച്ചോണ്ടിരിക്കുക. എടുത്ത ഉടൻ കട്ടാക്കും. ഇങ്ങ് തന്നെ. ഹലോ, ആരാ? അതെ,
ആരായിരുന്നു? നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ബന്ധുവായിട്ടാ. ബന്ധു? ഞാനറിയാത്ത ഏത് ബന്ധു? എൻ്റെ മൂത്തമ്മാവൻ്റെ വൈഫിന്റെ റിലേറ്റീവാ. അയാള് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന്. അതെന്താ ഈ വിളിച്ച ആൾക്ക് എന്നോട് പറഞ്ഞ? അയാള് ആശുപത്രിയിൽ നിന്ന് വിളിച്ചതാ. അയാള് എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കാഷ്വാലിറ്റിയില് കവറേജ് ഇല്ലാത്തോണ്ടാ കട്ടായി പോയത്. അത് പോട്ടെ, ഏട്ടൻ എന്താ കഴിക്കാൻ വേണ്ടേ? ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ? ഹലോ, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാ നിങ്ങൾ എന്റെ ഫോണിലേക്ക് വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തുന്നേ? നിങ്ങൾ എന്താ ഒന്നും സംസാരിക്കാത്തത്? പറയൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറയാം. ഞാൻ സംസാരിക്കുന്നത് സ്വാതിയോട് തന്നെയല്ലേ? അതെ, ഞാൻ തന്നെയാണ് സ്വാതി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആരാ നിങ്ങള്? അതൊക്കെ പറയാം. എനിക്ക് കുട്ടിയെ നേരിലൊന്ന് കാണണം. ഞാൻ എന്തിനു നിങ്ങളെ നേരിൽ കാണണം? നമ്മൾ തമ്മിൽ ഒരു പരിചയം ഇല്ലല്ലോ. നിങ്ങൾ കാര്യം പറയൂ. എന്താ നിങ്ങൾക്ക് എന്നെ കാണേണ്ട ആവശ്യം? അങ്ങനെ പറഞ്ഞ് ഒഴിയരുത് കുട്ടി. കുട്ടിയുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടിയോട് എനിക്ക് സംസാരിക്കാനുള്ളത്. എന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യമോ? എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുത് എന്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ വീടും ഒക്കെയാ. അതിനപ്പുറം എനിക്കൊരു പ്രധാന കാര്യവുമില്ല. നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോണം. മോളെ, ദയവീത് മോള് ഫോൺ കട്ട് ചെയ്യരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ശരി, സംസാരം കേട്ടിട്ട് നിങ്ങളൊരു മുതിർന്ന ആളാണെന്ന് തോന്നുന്നു. മുതിർന്നവരെ അധിക്ഷേപിച്ച് എനിക്ക് ശീലമില്ല. അതുകൊണ്ട് മാത്രം നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം. പറയൂ, എന്താ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം? മോളെ, അത് ഫോണിൽ കൂടെ പറയാൻ പറ്റിയ കാര്യമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേനെ. മോളെ നേരിൽ കണ്ടാൽ മാത്രമേ എനിക്കത് പറയാൻ സാധിക്കൂ. ശരി, കാണാം. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് വരും. അത് വേണ്ട. മോൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടാലോ? സ്ഥലോ സമയമൊക്കെ മോള് തീരുമാനിച്ച് പറഞ്ഞാൽ മതി. ശരി. എന്നാലും ഇവൾ ആരെ കാണുന്ന കാര്യം പറഞ്ഞത്? ഇതിലെന്തോ ഒരു ഗൂഢാലോചന ഉണ്ട്. ഇനി വേദ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായിരിക്കോ? അതിനവള് ജയിലല്ലേ?
കാശ് കൊടുത്താ നമ്മുടെ ജയിലിൽ എന്താ നടക്കാത്തത്? ഫോണെന്നല്ല, വയർലെസ് എന്ന് വേണമെങ്കിലും വിളിക്കും. എന്താണ് രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? ഓ, വന്ന് നാശം പിടിക്കാൻ. ഈ വീട്ടിൽ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് ആലോചിക്കുകയാണോ? ഞങ്ങളായിട്ട് ഈ വീട്ടിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. നീ കാരണമാണല്ലോ ഇവിടെ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. വേദയാണോ ഇപ്പൊ വിളിച്ചത്? ആ അതെ, അവള് തന്നെയാ വിളിച്ചത്. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവള് ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങുന്നത് തന്നെ നിങ്ങളോട് പകരം വീട്ടാൻ വേണ്ടിട്ടാ. നിങ്ങളല്ലേ അവളെ ജയിലിലാക്കിയത്. അതിന്റെ വൈരാഗ്യം അവള് തീർക്കാതിരിക്കില്ല. നീയൊക്കെ എന്താ കരുതിയത്? അവള് വരുന്നെന്ന് കേട്ടാ ഈ സ്വാതി ഭയന്ന് പോകുന്നോ? അതെ, കുഞ്ഞി പാവാടയിട്ട് പ്ലേ സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടിയല്ല ഞാൻ. അവളെ പോലൊരു 2-3 എണ്ണത്തിന് അടിച്ച് താഴെ ഇടാനുള്ള തണ്ടും തടിയും കൈക്കരുത്തും ഒക്കെ എനിക്കുണ്ട്. അറിയാലോ അത്. അത് ശരി. ഇതാ ഇപ്പൊ നല്ല കൂത്ത്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തല്ലുക. വേറെ സ്വാതി അടുത്തിയോട് പകരം വീട്ടാൻ വരുന്നതിന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന എന്തിനാ? അല്ലെങ്കിലും കൈക്കരുത്ത് മാത്രമല്ല, നാക്കിന്റെ നീളവും നിങ്ങക്ക് വളരെ കൂടുതലാണല്ലോ. നന്ദിനി, നിലമറന്ന് നീ ഇനിയും സംസാരിക്കരുത്. ഇപ്പോഴീ വീട്ടിൽ എന്റെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന് സംസാരിക്കാനുള്ള അവസരം നിനക്കുണ്ടാക്കി തന്നത് ഞാനാ. ഒരർത്ഥത്തിൽ പറഞ്ഞ എന്റെ ദയയാ ഇപ്പൊ നിനക്ക് കിട്ടിയ ഈ ജീവിതം. ഇനിയെങ്കിലും മര്യാദയോടെ അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ ജീവിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് മറന്നു പോരുത്. എന്നാര് പറഞ്ഞു? ഇവൾക്ക് ഈ വീട്ടിൽ കയറി വരാൻ നിന്റെ അനുവാദം എന്തിനാ? ഇവൾക്കുള്ള അത്ര അധികാരം മാത്രമേ ഈ വീട്ടിൽ നിനക്കുള്ളൂ. അതിനപ്പുറം എന്തെങ്കിലും അധികാരം ഉണ്ടെന്ന് നീ അഹങ്കരിക്കുന്നുണ്ടെങ്കിലേ അത് വെറുതെയാ. ഞങ്ങളെ അത് ഒരിക്കലും അംഗീകരിച്ചു തരില്ല. ഈ വീട്ടിലെ 2 മരുമക്കൾ, അത്ര അവകാശമേ നിങ്ങൾ 2 ആൾക്കുള്ളൂ. അതിൽ നിന്റെ അതേ അളവിലുള്ള അധികാരമേ ദേ ഇവൾക്കുണ്ട്. അല്ലാതെ ഇവള് നിന്റെ അടിമയൊന്നുമല്ല. അല്ലെങ്കിലും ആരുടെ അടിമയെ ജീവിക്കാൻ എന്നെ കിട്ടില്ല. അടിമയായിട്ടൊന്നും ജീവിക്കണ്ട, പക്ഷേ അഭിമാനത്തോടെ ജീവിക്കണം. പഴയ ബന്ധങ്ങളുടെ കണക്ക് നിരത്തി പണം വാങ്ങാൻ ഇനി ആരും ഈ മുറ്റത്ത് കയറി വരരുത്. മനസ്സിലായോ? എന്താ ഇവിടെ? എന്തിനാ ഏട്ടത്തി ഇവരോട് ദേഷ്യപ്പെടുന്നേ? എന്താ നന്ദിനി, ഇനി ഏട്ടത്തിയോട് വഴക്കിടാനാണോ നിന്റെ ഭാവം? വേദ പരോളിലിറങ്ങുന്നത് എന്നെ കൊല്ലാനായിരിക്കുന്ന ഇവര് പറയുന്നത്. ഈ പൊട്ടികൾ പറയുന്നതിനൊന്നും ഏട്ടത്തി കാതു കൊടുക്കാൻ നിൽക്കണ്ട. എന്റെയും ഏട്ടന്റെ ജീവൻ നിലനിൽക്കുന്ന കാലം വരെ ഏട്ടത്തി ഒന്ന് തൊടാൻ പോലും വേദയ്ക്ക് കഴിയില്ല. നന്ദിനി, ഇവൾക്കോ ബുദ്ധിയില്ല. നീ ഇവളുടെ കൂടെ കൂടി ഏട്ടത്തെ കുറ്റം പറയാൻ നിൽക്കല്ലേ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എങ്ങനെ സഹിക്കും? ഏട്ടത്തെയാണല്ലോ നിങ്ങളുടെ എല്ലാം. എന്റെ കഴുത്തുനിന്ന് ഇവര് താലിമാല പൊട്ടിച്ചെടുത്താലും നിങ്ങൾ കേട്ടത്തെ ഒന്നും പറയാൻ തോന്നില്ല. അത്രക്കല്ലേ മയക്കി വെച്ചിരിക്കുന്നത് ഒരേട്ടത്തി. ഇതിന് നിന്നോട് മറുപടി പറയേണ്ടത് വാക്കുകൊണ്ടല്ല, കൈകൊണ്ടാ. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. ഈ വീടിന്റെ സമാധാനം കളയാൻ തുനിഞ്ഞിറങ്ങല്ലേ നന്ദിനി? ഏട്ടത്തി, ഇവളുടെ വാക്കിന് ചെവി കൊടുത്ത് ഏട്ടത്തി വെറുതെ ചെറുതാവാൻ നിൽക്കണ്ട. ഏട്ടത്തി ഒന്ന് ഭക്ഷണം വിളമ്പേ, എനിക്ക് വെച്ചേക്കുന്നു. വേടത്തി. ഏട്ടത്തി എനിക്ക് വിശക്കുന്നൂന്ന്. നാണില്ലല്ലേ ഈ ഗിരിയേട്ടന്? എനിക്കിതൊക്കെ കണ്ടിട്ട് കലി കയറുന്നു. ഭാര്യയായ ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ ഏട്ടത്തെ വിളിച്ചു പോയിരിക്കുന്നു. എനിക്ക് തോന്നേ ഇത് ഏതാണ്ട് കൈവശം കൊടുത്ത് മയക്കി വെച്ചിരിക്കുന്നതാന്നാ. ഇങ്ങനെ പോയ നിന്റെ കാര്യം പോക്കാം മോളെ. ഇവർക്കിട്ടൊരു പണി കൊടുത്തേ പറ്റൂ. ഗൗരിച്ചി വാ.
ഭക്ഷണം എടുത്തു വെച്ചാ മോളെ. ദാ എടുക്ക അച്ഛാ. ഇന്നത്തെ സ്പെഷ്യല്? ഇന്നത്തെ സ്പെഷ്യല് മീൻ കറിയാ. കൈ കഴുകിയിട്ട് വാ. അല്ല, നന്ദിനിയും ഗൗരിയൊക്കെ എവിടെ മോളെ? മോള് മാത്രമുള്ളോ ഇന്ന് ഇതൊക്കെ എടുത്തു വെക്കാൻ? അവരെ കൂടെ വിളിക്കും സ്വാതി. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ചോറും കറികളും ഉണ്ടാക്കി വിളമ്പി വെച്ച് വിളിച്ചുകൂട്ടിക്കേണ്ട കാര്യമില്ല. വിശക്കുമ്പോ താനെ ഇറങ്ങി വന്നോളൂ. അല്ല മോളെ, ഇന്ന് രസം ഉണ്ടാക്കിയില്ലേ? അയ്യോ, ഞാനത് മറന്നു. അച്ഛന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇപ്പൊ കൊണ്ടുവരാം. നാത്തുനെ, നിന്റെ പണി ഏക്കോ? ഏക്കും. പ്ലാസ്റ്റിക് ഷീറ്റ് വിത്ത് പച്ച വെളിച്ചെണ്ണ. ഇതില് ചവിട്ടിയാലേ ഏത് കുട്ടിയാനയുടെ അടി തെറ്റും. 3 തരം. ഇന്നവള് തലയും കുത്തി വീഴുന്നുണ്ട്. എനിക്ക് വയറുളുക്കിച്ചിരിക്കണം. നീ വാ. ഇട്ടോ. സക്സസ്. സംഗതി വർക്കൗട്ട് ആയിക്കോളും. വരുന്ന വഴിക്ക് തെന്നി മാറി. വാ, ഇനി നമുക്ക് സമാധാനമായിട്ട് കഴിക്കാം. ആ, നിങ്ങളിത് എവിടെയായിരുന്നു? ഭക്ഷണം കഴിക്കാൻ നേരമായ വന്ന് സ്വാതി ഒന്ന് സഹായിച്ചൂടെ? അവളെ മാത്രമായിട്ട് ഇങ്ങനെ പണിയെടുപ്പിക്കണോ? അയ്യോ, അടുക്കള ഭരണത്തിൽ ആരെയും കൂടെ കൂട്ടുന്നത് സ്വാതിക്ക് ഇഷ്ടമല്ല. നമ്മള് ചെന്ന തൊടുന്നതിനെല്ലാം കുറ്റം പറയും. അതാ ഞങ്ങൾ വിട്ടു നിൽക്കുന്നേ. അല്ല, യാത്ര പോയിട്ട് വന്നപ്പോ വല്ലിച്ചനങ്ങ് ക്ഷീണിച്ചു പോയി. അത് നിനക്ക് വെറുതെ തോന്നുന്നതാ. അച്ഛനൊരു കുഴപ്പമില്ല. ഗൗരിച്ച് പറഞ്ഞ സത്യമാണെന്ന് എനിക്കും തോന്നുന്നു. ആണോ? കുറച്ചു ദിവസം പച്ചക്കറി മാത്രമല്ലേ കഴിച്ചത്? ഇനി നമുക്കതങ്ങ് ശരിയാക്കാം. മോളെ സ്വാതി, ആ രസം കൊണ്ടുവാ. കൊണ്ടുവരുന്നു അച്ഛാ. എന്ത് കോലോടിയത്! എടതി, എന്തെങ്കിലും പറ്റൂ? ഒന്നും പറ്റില്ല. അയ്യോ, ഞാൻ അറിയാതെ പറ്റിയതാ. എന്റെ കാല് തെന്നിപ്പോയി. കൊള്ളാം. കടുകും മുളകും കറിവേപ്പിലെല്ലാം തലയിലും മുഖത്തും തന്നെ ഉണ്ട്. കണ്ടോ വല്ലിച്ച, ഇവിടുന്ന് മനഃപൂർവ്വം ചെയ്തതാ. അങ്ങനെ വെറുതെ പറയല്ലേ ഗൗരി. സ്വാതി ഒരിക്കലും മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ല. അവള് തെന്നിപ്പോ കയ്യിന്ന് പാത്രം തെറിച്ചു പോയതാ. അല്ല വല്ലിച്ച, സ്വാതി അടുത്ത് കുറച്ചു മുമ്പ് ഗൗരിയച്ചയുടെ വഴക്കിട്ടതിന് പകരം വീട്ടിയതാ. നന്ദിനി, മതി, നിർത്ത്. അങ്ങനെ ആരും ഇപ്പോ ഏടത്തിയെ കുറ്റം പറയാൻ വരണ്ട. കണ്ടില്ല വല്ലിച്ച, ഇത് തന്നെ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. ഇതെല്ലാം എന്നെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. കൂട്ടിന് ഇവനും.
ഞാനിവിടെ നിൽക്കുന്നത് ഇവർക്ക് തീരെ പിടിക്കുന്നില്ല. ഗൗരി, നീ അനാവശ്യം പറയരുത്. സ്വാതി ഇങ്ങനെ കുറ്റപ്പെടുത്താൻ മാത്രം അവൾ എന്താ ചെയ്തത്? അബദ്ധത്തിൽ വീഴാൻ പോയപ്പോ രസത്തിന്റെ പാത്രം തലയിലൊന്ന് വീണു, അത്രയല്ലേ ഉള്ളൂ. അത് കഴുകിയാ പോവും. പക്ഷേ പറയുന്ന വാക്കുകൾ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് ഓർമ്മ വേണം. അത് ഏട്ടൻ സ്വാതിയെടുത്തിയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. കുറച്ചു മുമ്പ് ഇവരെന്നോട് പറഞ്ഞൊന്നും ഏട്ടൻ കേട്ടില്ലല്ലോ. ഈ വീട്ടിൽ ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നത്? കഴിഞ്ഞ എല്ലാവരുടെയും വിചാരണ സംഭവിച്ചെന്താന്ന് ഞാൻ പറയാൻ വലിയ